ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ എക്സാം ഡേറ്റും ആപ്ലിക്കേഷൻ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് December 11th ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. എന്താണ്, January 1 തൊട്ട് 19 ആ ഒരു ഗ്യാപ്പിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കൊള്ളുക. അതേപോലെ തന്നെ അതായത് നേരത്തെ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിയവർ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കാര്യമായിട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിന്റെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന 2024 സെപ്റ്റംബറിൽ നടന്ന എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലെ മാത്സിന്റെ ഏരിയാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 40 people consume 320 kilogram of rice in 50 days. In how many days will 30 people consume 80 kilogram of rice? ടൈം ആൻഡ് വർക്ക് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചേക്കുന്നത്. എന്നാണ് 40 people consume 320 kilogram of rice. ഈ 320 kilogram of rice കൺസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ഒരു വർക്കായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, 50 days കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. എത്ര ദിവസം കൊണ്ടാണ് 30 people വേറൊരു വർക്ക് തരുന്നു, 80 kilogram of rice എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? M1 D1 T1 ഈക്വൽ ടു M2 D2 T2. വർക്ക് സെയിം ആണെങ്കിൽ നമ്മൾ വർക്കിന്റെ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞേക്കുവാണ് അല്ലെ. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ വർക്ക് സെയിം അല്ല. അപ്പം വർക്കും സെയിം ആണെങ്കിൽ ഇങ്ങനെ, ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ ഇതും കൂടെ എഴുതും ഇങ്ങനെ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. M1 D1 T1 by W1 ഈക്വൽ ടു M2 D2 T2 by W2. വർക്ക് സെയിം ആണെങ്കിൽ W1 ഉം W2 ഉം ഈക്വൽ ആയിരിക്കും. സോ അത് ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പം ഇവിടുത്തെ കേസിൽ 320 kilogram ഓഫ് റൈസ് എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് വർക്ക്. 80 kilogram ഓഫ് റൈസ് കൺസ്യൂം ചെയ്യാണ് സെക്കൻഡ് വർക്ക് അല്ലെ. വർക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഡേറ്റ ഉണ്ടോ ആ ഡേറ്റാസ് നമ്മൾ എടുക്കുക. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? പീപ്പിളിന്റെ എണ്ണം ഉണ്ട്, വർക്ക് ഉണ്ട്, ഡേയ്സ് ഉണ്ട്. ഈ T എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചില ക്വസ്റ്റ്യനിൽ ഇപ്പം 5 days വർക്ക് ചെയ്യും, ഈച്ച് ഡേ 5 hour വെച്ച് വർക്ക് ചെയ്യും എന്ന് പറയുവാണെങ്കിൽ അവിടെ ആ ടീയും കൂടെ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് മതി? M1 D1 by W1 ഈക്വൽ ടു M2 D2 by W2. ഓക്കെ, വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 എന്താണ്? 40 ഇൻറ്റു D2 എത്രയാണ്? 50 ബൈ വർക്ക് എത്രയാണ്? 320 ഈക്വൽ ടു M2 എത്രയാണ്? 30 ഇൻറ്റു D2 എത്രയാണ്? D2 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. D2 ബൈ വർക്ക് എത്ര? 80. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? നമുക്ക് D2 കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളുക. ഇനി അത് പാടാന്നുള്ളവർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയോ. 40 ഇൻറ്റു 50 ഇൻറ്റു 80 ഈക്വൽ ടു 320 ഇവിടെ പോകും അല്ലേ. 320 ഇൻറ്റു 30 ഇൻറ്റു D2. ഇനി നമുക്ക് D2 ആണ് വേണ്ടത്. അപ്പോൾ D2 ഈക്വൽ ടു അതിൻ്റെ കൂടെ ഉള്ളത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഡിവിഷൻ ആകും അല്ലേ. സോ 40 ഇൻറ്റു 50 ഇൻറ്റു 80 ബൈ 320 ഇൻറ്റു 30. കട്ട് ചെയ്യാമല്ലോ. ഓക്കെ, 0 കട്ട് ചെയ്തു, 4 വെച്ച് ഡിവൈഡ് ചെയ്തു, 30 20 വരെ 8 അല്ലേ. ഈ 8ഉം 80യും കൂടെ കട്ട് ചെയ്താൽ 10 ആയി. 10ഉം ഈ 0യും കൂടെ കട്ട് ചെയ്തു. ഇനി ബാക്കി എന്താണ്? ന്യൂമറേറ്ററിൽ 50 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. സോ D2 വിൽ ബി ഈക്വൽ ടു 50 ബൈ 3 ഡേയ്സ് അല്ലേ. പക്ഷെ നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാ കിടക്കുന്നതെന്ന് നോക്കിയേ. മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലെ. ഒന്നേ നിങ്ങൾക്ക് ഈ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനോട്ടാക്കി ഏതാ വരുന്നതെന്ന് നോക്കാം അല്ലെ. ഇപ്പൊ 18 ഇൻറ്റു 3 എന്ന് പറയുമ്പോഴത്തേക്ക് 24 55 ബൈ 3 എന്ന് തോന്നുന്നു. അപ്പൊ അതല്ല. ഇനി 16 2 by 3 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 48 അല്ലെ. 48 പ്ലസ് 2 50 ബൈ 3. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, 16 2 by 3. ഇതേപോലെ തന്നെ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലായിട്ട് ആക്കാനും പഠിച്ചിരിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? 50 ഡിവൈഡ് ബൈ 3 അല്ലെ. 50യെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ വരും 3 വരും, 20 6 18 2 അല്ലെ. റിമൈൻഡർ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യുക. എന്നിട്ട് എന്താ ആൻസർ ആദ്യം എഴുതുക. എത്ര ആൻസർ? കോഷ്യന്റ് 16. ദെൻ റിമൈൻഡർ എത്ര? 2 അല്ലെ ബൈ ഡിവൈസർ. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് അതുകൊണ്ട് എഴുതുക. 2 by 3 16 2 by 3 days. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Traveling in a train
എ മാൻ നോട്ടീസസ് 13 telephone poles in 2 minutes. If the two successive telephone poles are known to be 125 kilometers apart, then the train is traveling at a speed of. ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പം ഒരു മാൻ എത്ര 13 ടെലിഫോൺ പോസ്റ്റുകൾ കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ അത് കടന്നുപോയി. എത്ര മിനിറ്റിലാ? 2 minutesൽ. എങ്കിൽ if the two successive telephone posts are known to be 125 meters apart, then the train is traveling at a speed of. ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ, ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾക്ക് അറിയേണ്ടത് ടൈം തന്നിട്ടുണ്ട്, എത്ര 2 minutes തന്നിട്ടുണ്ട്. അതേപോലെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് വേണം അല്ലെ. അപ്പൊ ആ ഒരു 13 ടെലിഫോൺ പോസ്റ്റുകൾ ഉള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു ചെറിയ എക്സാമ്പിൾ എടുത്ത് നോക്കാം. നോക്കി, 3 ടെലിഫോൺ പോസ്റ്റ് കടന്നു എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിൽ വിചാരിക്കുക. 3 ടെലിഫോൺ പോസ്റ്റ് കടന്നു, ഓരോന്നും തമ്മിലുള്ള അകലം 50 meter ആണെന്ന് വിചാരിക്കുക. എങ്കിൽ എത്രയാണ് ഡിസ്റ്റൻസ്? പെട്ടെന്ന് നമുക്ക് ചിലർക്കെങ്കിലും 50 × 3 എന്ന് തോന്നാം അല്ലെ. രണ്ടെണ്ണം തമ്മിലുള്ള അകലം 50, അങ്ങനെ 3 ടെലിഫോൺ പോസ്റ്റ് ഉണ്ട്, 50 × 3. അത് തെറ്റല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3 ടെലിഫോൺ പോസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ 3 ട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ 3 പോസ്റ്റ് ഉണ്ട്, എന്ത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 ആണെങ്കിൽ നമ്മൾ വരച്ച് നോക്കിയേ, ഇത് 50, ഇതും 50. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിട്ടിയത്? 100 ആണ് കിട്ടിയത് അല്ലെ. ഇനി 4 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചേ, അപ്പൊ എത്ര വരും? ഇതും കൂടെ 50 ആയപ്പോഴത്തേക്ക് ഇതും കൂടെ ചേർത്ത് 150 ആയി അല്ലെ. അപ്പൊ എത്രയാണ്? 4 ടെലിഫോൺ പോസ്റ്റ് അല്ലെങ്കിൽ 4 ട്രീസ് ഉണ്ട്. രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 ആണെങ്കിൽ ഈ 4 ട്രീസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ പറയുന്ന ഡിസ്റ്റൻസ് × 3, അതായത് എത്ര ട്രീ ഉണ്ടോ അതിൽ നിന്ന് 1 കുറയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ ചെയ്താൽ, ഇവിടെ പറയുന്നത് 13 ടെലിഫോൺ പോസ്റ്റുകളുണ്ട്, രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് 125 ആണെന്ന് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? 125 × 12 ആയിരിക്കും. ക്ലിയർ ആണോ? 125 ആണ് രണ്ടെണ്ണം തമ്മിലുള്ള അകലം. ദെൻ 13 ടെലിഫോൺ പോസ്റ്റ് ഉണ്ട്, 1 കുറച്ചിട്ട് പറയണം അല്ലെ, 12. സോ 125 × 12 അത്രയും മീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. എത്ര അത് കണ്ടുപിടിച്ചേ? 10, 5, 2, 1500 മീറ്റർ അല്ലെ. 1500 മീറ്ററിന് ഡിസ്റ്റൻസ് കിട്ടി. ഇനി ടൈം എന്താണ്? ടൈം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എത്രയാണ്? മിനിറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലെ. 2 minutes. നമ്മൾ നമുക്ക് 2 കേസ് ഉണ്ട്. സ്പീഡ് നമുക്കൊന്നീ മീറ്റർ/സെക്കൻഡ് കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ km/h കണ്ടുപിടിക്കാം. ഓക്കെ, ഏത് രീതി വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ എളുപ്പം ഏതാണോ ആ രീതി കണ്ടുപിടിക്കുക. എന്നിട്ട് ചോദ്യം നോക്കുക, മീറ്റർ/സെക്കൻഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ km/h കൺവേർട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ km/h കണ്ടുപിടിച്ചത്, അതാണ് കണ്ടുപിടിക്കാൻ എളുപ്പം. എന്നിട്ട് പക്ഷേ ചോദ്യം മീറ്റർ/സെക്കൻഡിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഉള്ള കാര്യം പഠിച്ചു വെച്ചേക്കണം. എങ്ങനെയാണ് മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റുന്നത്? ചെറുതിനെ വലുതിലോട്ടാക്കും അല്ലെ. സോ നമ്മൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 5/18 അല്ലെങ്കിൽ 18/5, അത് ഏതാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ. അതപ്പോ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. വലുതിലോട്ടാക്കിയപ്പം വലിയ നമ്പർ മേളിൽ വരിക എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5, ഇനി km/h മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ 5/18. ചെറുതിലോട്ടാക്കിയപ്പോൾ ചെറിയ നമ്പർ മേളിൽ വന്നു എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് മീറ്ററിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ആദ്യം സെക്കൻഡിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എന്നിട്ട് നമ്മൾ സ്പീഡ് മീറ്റർ/സെക്കൻഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് km/h കൺവേർട്ട് ചെയ്യുക. അപ്പം ടൈം 2 minutes എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ് അല്ലെ. സോ 2 minutes എന്ന് പറഞ്ഞാൽ 2 × 60, 120 സെക്കൻഡ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. ഇനി സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. ദാറ്റ് ഈസ് 1500/120. ഇത് മീറ്ററും ഇത് സെക്കൻഡും. അങ്ങനെ നമുക്ക് മീറ്റർ/സെക്കൻഡ് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ, ഇവിടെ ഫൈനൽ ആൻസർ ആവത്തില്ല, ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് മീറ്റർ/സെക്കൻഡ് കിട്ടും. ഇനി എന്ത് ചെയ്യണം? അതിനെ km/h വരണം. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെ. സോ 1500/120 × 18/5. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം അല്ലെ. ഇവിടെ നിന്ന് നമ്മൾ പോയിന്റ് ഒക്കെ ആക്കി പിന്നെയും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇനി കോമൺ ഒക്കെ ഉള്ളത് കട്ട് ചെയ്തേ. 0 കട്ട് ചെയ്തു. 18, 12, 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ, നമുക്ക് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും.
ഇവിടെ 2 വരും. ഇനി 5ഉം 15 കൂടെ കട്ട് ചെയ്തേ, 5ഉം 150 കൂടെ കട്ട് ചെയ്താൽ എന്ത് വരും? 30 വരും. ഇനി ഈ 2ഉം 30 കൂടെ കട്ട് ചെയ്തേ, 2ഉം 30 കൂടെ കട്ട് ചെയ്താൽ 15 വന്ന് അല്ലേ. ദാറ്റ് ഈസ് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് 15ഉം ഇവിടെ ഉള്ളൊരു 3ഉം 15 × 3 എന്ത് വരും? 45. ഏതാ യൂണിറ്റ്? നമുക്ക് ആദ്യം ഇത് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, അതിനെ 18/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ കിലോമീറ്റർ പെർ അവർ. 45 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ സി 45 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the selling price of rupees 623 results in a discount of 11% on the mark price of an item, at what price should the item be sold to offer a discount of 19%? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഡിസ്കൗണ്ട് എന്നുള്ള ഏരിയക്കകത്തുനിന്നുള്ളൊരു ചോദ്യമാണ്. ഒരു സെല്ലിംഗ് പ്രൈസ് 623, അതായത് ഒരു സാധനം 623 രൂപയ്ക്ക് വിറ്റാൽ അത് 11% ഡിസ്കൗണ്ട് കൊടുത്തതിന് തുല്യമാണ് എന്നാ പറയുന്നത്. ഇനി എത്ര രൂപയ്ക്ക് വിറ്റാലാണ് 19% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പോലെ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പെർസെൻറ്റേജിലെ ഒരു കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഒരു നമ്പർ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നമ്പർ എക്സ് എന്ന് വിചാരിക്കുക. 10% ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? എക്സിന്റെ ഒരു പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സാധനത്തിന്റെ വില എക്സ് ആണ്. 10% കൂടി എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൈസ്, ആ സാധനത്തിന്റെ വിലയുടെ 10% എത്രയാണോ അത്രയും കൂടെ അതിന്റെ കൂടെ കൂടുന്നു, അങ്ങനല്ലേ അർത്ഥം? അതായത് എക്സ് പ്ലസ് 10% ഓഫ് എക്സ് അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ എഴുതാതെ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതാൻ ശീലിക്കുക. 110% ഓഫ് എക്സ്. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ഇതേപോലെ തന്നെ നമുക്ക് വരും. അപ്പം ഇത്ര ആലോചിച്ചാൽ മതി. എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ, അതായത് ഒരു പ്രൈസോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു വില ആയിക്കോട്ടെ, എക്സ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്നും പറയാം. ഏതാണെങ്കിലും ഇതെന്തായി? 110, 100 പ്ലസ് ദാറ്റ് 10 പറയുക. ഇനി 12% ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? 112% ഓഫ് എക്സ് എന്ന് പറയുക. അതേപോലെ ഇൻക്രീസ്. ഇനി അതേപോലെ ഡിക്രീസ് പറയുവാണ്. 10% ഡിക്രീസ് എന്നാണ് പറഞ്ഞെങ്കിലോ 100 മൈനസ് 10 ചെയ്യുക. 90% ഓഫ് എക്സ് എന്ന് പറയുക. ദെൻ 15% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 85% ഓഫ് എക്സ് എന്ന് പറയുക. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന ഏതാണ്? ഒരു സാധനം, ആ സാധനത്തിന്റെ ഒരു മാർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അല്ലെ. ഒരു മാർക്ക് പ്രൈസ്, ഒരു സാധനത്തിന്റെ മാർക്ക് പ്രൈസ് ഉണ്ട്. മാർക്ക് പ്രൈസിനകത്താണ്, അതായത് അതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വിൽക്കുന്നത് അല്ലെ. അപ്പൊ എത്ര? 11% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 623 റുപ്പീസിന് വിൽക്കാൻ പറ്റി അല്ലെ. ആ ഒരു സാധനത്തിന്റെ മാർക്ക് പ്രൈസിൽ 11% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ, ഡിസ്കൗണ്ട് കൊടുക്കാന്ന് വെച്ചാൽ എന്താ? ഡിക്രീസ് എന്നൊരർത്ഥമല്ല ഉള്ളൂ. 11% കിഴിവ് കൊടുത്തു അല്ലെ, 11% കുറച്ചു. അപ്പൊ 11% ഡിക്രീസ് ചെയ്തപ്പം എത്ര രൂപയ്ക്ക് വിറ്റു? 623 റുപ്പീസിന് വിറ്റു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഇത് 11% കുറച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഈ ഒരു 623നെ നമുക്ക് ഏത് രീതിയിൽ പറയാം? 10% ഡിക്രീസ് ആയിരുന്നെങ്കിൽ നമ്മൾ 100 മൈനസ് 10 90% എന്ന് പറയും അല്ലെ. അതേപോലെ 100 മൈനസ് 11 89% ഓഫ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ 623. ക്ലിയർ അല്ലേ? ഇനി ഇത് ഇൻകേസ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത്രയുള്ള അർത്ഥം. മാർക്ക് പ്രൈസിൽ നിന്ന് 11% ഓഫ് മാർക്ക് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് 623 കിട്ടുന്നത് അല്ലെ. മാർക്ക് പ്രൈസിൽ നിന്ന് അതിന്റെ 11% എത്രയാണോ അത്രയും ഡിസ്കൗണ്ട് കൊടുത്തു, അത്രയും കുറച്ചപ്പോഴാണ് അയാൾ 623 രൂപയ്ക്ക് വിറ്റത് അല്ലെ. ഇത് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് അൺനോൺ അല്ലേ എം പി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ എക്സ് മൈനസ് 11% ഓഫ് എക്സ്. 2 സ്റ്റെപ്പ് കൂടും. ഇത് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. അത്രയേ ഉള്ളൂ കാര്യം. സോ 89% ഓഫ് മാർക്ക് പ്രൈസ് 623 നമുക്ക് സോൾവ് ചെയ്യാം. 89/100 ഓഫ് മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞ എന്താണ്? 623 ആണ്. സോ എം പി വിൽ ബി ഈക്വൽ ടു 623 × 100/89. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 89 ഇൻറ്റു എന്ത് ചെയ്താലും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളുക, അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് പ്ലേസ് വെച്ച് നോക്കാം. 9 ഇൻറ്റു എന്ത് ചെയ്താൽ 3 വരാൻ സാധ്യത? 9 × 7 ചെയ്താലാണ് അല്ലെ. അപ്പം 89 × 7 ഒന്ന് നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കിക്കോളുക. 63 6 56 62 അല്ലെ. അപ്പൊ ഇത് വരും 623 വരും. സോ 7 ആണ്. ദാറ്റ് ഈസ് മാർക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 700 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് മാർക്ക് പ്രൈസ് 700 കിട്ടി അല്ലെ.
ഇനി എന്താ, അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ദ ഐറ്റം ബി സോൾഡ് ടു ഓഫർ എ ഡിസ്കൗണ്ട് ഓഫ് 19%. ഈ മാർക്ക് പ്രൈസിൽ 19% ഡിസ്കൗണ്ട് കൊടുത്താൽ എത്ര രൂപയ്ക്കാണ് അത് വിൽക്കുന്നതെന്ന് അല്ലെ. അതായത് ഈ 700-ന് 19% ഡിക്രീസ് ചെയ്താൽ 19% ഡിക്രീസ് ചെയ്താൽ 100 മൈനസ് 19 ചെയ്യുക. ദാറ്റ് മീൻസ് 81 അല്ലെ. 81% ഓഫ് 700 അത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 700 മൈനസ് 19% ഓഫ് 700. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ 81% ഓഫ്, അല്ലെങ്കിൽ അത് ഡയറക്റ്റ് എഴുതുന്നതാണ് ഇങ്ങനെ 81% ഓഫ് 700. സോൾവ് ചെയ്തേ. 81/100 ഇൻറ്റു 700 അല്ലെ. സീറോസ് കട്ട് ചെയ്യാം. 81 ഇൻറ്റു 7 ആണ് അല്ലെ. 756, 567. സോ ഓപ്ഷൻ ബി ₹567. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ നമ്പർ സീരീസ്. സീരീസിനകത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു നമ്പർ സീരീസ് ചെയ്യാൻ അല്ലെ. നോക്കിയേ, 48, 24, 72, 36, 108. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആദ്യം ഒരു നമ്പർ, പിന്നെ അതിൽ കുറഞ്ഞ നമ്പർ, പിന്നെ ഒരു വലിയ നമ്പർ, പിന്നെ അതിലും ചെറിയ നമ്പർ അല്ലെ. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 48-ന്റെ പകുതിയാണ് അല്ലെ, ഹാഫ് എടുത്തേക്കുമാണ് 24. ഇത് 48/2 ആണ്. അതേപോലെ തന്നെ അടുത്ത നമ്പറിന്റെ എന്ത് ചെയ്തേക്കുവാണ്, അതിന്റെ പകുതി എടുത്തേക്കുവാണ്. സോ 48/2 24. ഇവിടെ 72 എഴുതി, പിന്നെ 72/2 36. അപ്പൊ അടുത്ത എന്തായിരിക്കും? 108 ആണെങ്കിൽ അടുത്തത് 108/2 അല്ലെ, 54. ഓപ്ഷൻ ഡി 54. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇൻ എ സർട്ടൺ കോഡിംഗ് ലാംഗ്വേജ് ദ വേർഡ് ഗ്രേറ്റ് ഈസ് കോഡഡ് ആസ് ETCCR. Then the word front FROWN will be coded as. എങ്ങനെയാണ് കോഡിംഗ് ഡീകോഡിംഗ്? അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ലെറ്റേഴ്സ്, ഈ ഒരു വേർഡ് ഗ്രേറ്റിനെ കോഡ് ചെയ്തേക്കുന്നത് അതിനകത്ത് തന്നെയുള്ള ലെറ്റേഴ്സ് ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തേക്കുന്നത് ആദ്യം നോക്കുക. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡായിരിക്കും അല്ലെ. അപ്പം എന്താ, നമ്മൾ ലെറ്റേഴ്സ് എഴുതി നോക്കുക, A തൊട്ട് Z വരെ. എന്നിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സ് നോക്കാം. എന്താണ് ജി എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നത്? ഇ. അപ്പൊ ഒന്ന് നോക്കിയേ, ജി ബാക്കിലോട്ട് എടുത്തേക്കുക, അതായത് -2. ഇപ്പൊ ഗ്രേറ്റിനകത്ത് കോഡ് ചെയ്തേക്കുന്നത് ETCCR അല്ലെ. ഇവിടെ എന്താണ് -2, പുറകിലോട്ട് 2 എടുത്തേക്കുക. ഇനി അടുത്തത് നോക്കിയേ, ആണെങ്കിൽ T, 6T മുന്നിലോട്ട് അല്ലെ, +2. ഇ ആണെങ്കിലോ അടുത്തത് നോക്കിയാൽ EC, ഈ പുറകിലോട്ട് -2. ഇനി എ ആണെങ്കിലോ +2 ചെയ്തേക്കുന്നു അല്ലെ. സോ +2. ഇനി ടി ആണെങ്കിൽ T -2. അപ്പൊ നമുക്ക് കോഡിംഗ് മനസ്സിലായി. ആദ്യം -2 ചെയ്യും, പിന്നെ +2 ചെയ്യും, -2, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ഫ്രൗൺ. ഇതിന് ആദ്യം ഏതായിരിക്കും? -2 ആ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോണം, -2 ആണ് ചെയ്യേണ്ടത്. F-2 എന്ന് പറഞ്ഞാൽ എന്തുവരും? D. ആദ്യത്തത് D ആണ്. നോക്കി, അതോടൊപ്പം തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൂടെ നോക്കിക്കോണം. നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. D ആണ്, ഇത് രണ്ടിലുമാണ് വരുന്നത്. ഓക്കെ, അടുത്ത ലെറ്റർ ഏതാ? R. എന്ന് പറയുമ്പോൾ +2 ചെയ്യണം. ഓക്കെ, R +2 എന്ന് പറഞ്ഞാൽ T. ഓക്കെ, അപ്പൊ നോക്കിയേ, ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അപ്പൊ രണ്ടെണ്ണേ നമ്മൾ ചെയ്തുള്ളൂ. ഓപ്ഷൻ A ആണ് അല്ലെ. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് ചെയ്ത് നോക്കിയോ നിങ്ങൾ. ഇപ്പൊ ഓയുടെ ഫ്രണ്ടിലോ, ഇനി എടുത്ത് നമ്മൾ ബാക്കിലോട്ട് എടുക്കണ്ട അല്ലെ. -2 എടുത്തു. MW +2 ആണ് എടുക്കേണ്ടത്. YN നമ്മൾ -2 ആണ് എടുക്കേണ്ടത്. L അല്ലെ. DTMYL ഇതാണ് കോഡ്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ലെറ്റേഴ്സ് ഇത് എഴുതിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് നോക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പം +2 -3 എന്നായിരിക്കാം, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ഈ ഒരു ലെറ്റർ പെട്ടെന്ന് എഴുതിയെടുത്താൽ നമുക്കത് നോക്കാം. അതേപോലെ തന്നെ ഈ ലെറ്റേഴ്സിനകത്ത് നമുക്ക് നമ്പേഴ്സ് വെച്ച് കോഡ് ചെയ്യുന്ന ഇതുണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ഈ ലെറ്റേഴ്സിന്റെ കൂടെ നിങ്ങൾ ഇതിന്റെ നമ്പേഴ്സും കൂടെ നോട്ട് ചെയ്യുക. 1 2 3 4 5 6 എന്നുള്ള 26 വരെയുള്ള ആ നമ്പറും കൂടെ അതിന്റെ കൂടെ നോട്ട് ചെയ്യുക. അപ്പൊ ഈ നമ്പറോ അല്ലെങ്കിൽ അതിന്റെ ഡബിളോ അല്ലെങ്കിൽ അതിന്റെ ഹാഫോ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും അത് കോഡ് ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 45 ഡേ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഡിസംബർ എക്സാം അല്ല, നമ്മുടെ ഡേറ്റ് വന്നത് ജാനുവരിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ അടുത്ത ജൂണിലേക്കാണ് എക്സാം നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ജൂൺ നെറ്റിന് വേണ്ടിയിട്ടുള്ള 6 months ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ ജോയിൻ ചെയ്യാം. ആ ഒരു ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഡിസംബറിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ജനുവരിയിൽ നടക്കുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുന്നത് നെറ്റ് ജനറൽ പേപ്പർ ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, CSIR, ഫിസിക്സ്, ഇതിനെല്ലാം ഉള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആപ്പ് ബേസ്ഡ് ക്ലാസ്ഡ് ആണ്. അതുപോലെ വീഡിയോ ക്ലാസ്സുകളും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഫുൾ സിലബസ് കവർ ചെയ്യും നമ്മൾ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.